പലതരം ചേരുവയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് മഴ തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പൊ നല്ല മഴയാണ്. മഴയത്ത് നമുക്ക് പണിയെടുക്കാൻ ഇച്ചിരി മടി പിടിക്കുമല്ലോ, അതുപോലത്തെ ഒരു മടിയായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാട്ടോ വീഡിയോ വരാനായിട്ട് ഇത്തിരി ലേറ്റ് ആയത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ മുറുക്ക് ആട്ടോ. തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പൊടിഞ്ഞു പോരണ അന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മുറുക്കാണ്. ഇത്രക്ക് ലൈറ്റ് ആയതുകൊണ്ട് പല്ലില്ലാത്ത നമ്മുടെ ഉമ്മമാർക്ക് തുടങ്ങി കഴിക്കാം കേട്ടോ. ഇതിലേക്ക് എരിവൊട്ടും തന്നെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് പിള്ളേർക്കും പേടിക്കാതെ കൊടുക്കാം. റെസിപ്പി തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ അച്ചൊന്ന് എണ്ണ തേച്ച് വെക്കുക കേട്ടോ. സാധാരണ ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഇടിയപ്പത്തിന്റെ അച്ചിന്റെ കൂട്ടത്തില് എല്ലാ തരത്തിലുള്ള അച്ചുകളും ഉണ്ടാവും കേട്ടോ. അതില് നുറുക്കിന്റെ അച്ച് രണ്ട് രീതിയിലുള്ളതാണ് വരുന്നത്. ഒരെണ്ണം നടുക്ക് ഒരു തുള മാത്രമായിട്ടുള്ളത്, പിന്നെ 3 തുളയായിട്ടുള്ളത്. അതില് രണ്ടും വെച്ചും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഓയിൽ തേക്കുന്ന സമയത്ത് മുറുക്കിന്റെ 2 ചില്ലും ഞാൻ ഓയിൽ തേച്ചായിരുന്നു കേട്ടോ. റൗണ്ടിൽ ഷേപ്പ് ചെയ്യാതെ വെറുതെ നീളത്തിൽ നുറുക്ക് ചെയ്യാനായിട്ട് ഇതേപോലത്തെ 3 തുളയുള്ളത് എടുത്താലും മതി കേട്ടോ. ഒറ്റ നെക്കില് 3 തുളയൊന്നും വരുമല്ലോ, എളുപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യണം, റൗണ്ടിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ നടുക്ക് തുളയുള്ളത് മാത്രം കൊടുക്കുക. ഇപ്പൊ ഞാൻ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് ചെയ്യണില്ല കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴക്കണ സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ട് അതേപോലെ ചെയ്യാനായിട്ടുള്ള പാകത്തിന് എനിക്ക് ഡോ കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മുറുക്ക് ആർക്കും എളുപ്പം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഇച്ചിരി അധികമായിപ്പോയി. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. ഒരു 1/2 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതിടുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ കിട്ടും. അതുകൂടാതെ മുറുക്ക് നല്ല ലൈറ്റ് ആയിരിക്കും കേട്ടോ. 1/2 കപ്പ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിന്റെ മുകളിൽ അരിപ്പ വെച്ച് അതിലേക്ക് അതങ്ങ് ഇട്ടെടുക്കാം. സെയിം അരിപ്പയിലേക്ക് തന്നെ 2 കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം. നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസ് ആയിട്ടുള്ള പത്തിരിപ്പൊടി കേട്ടോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പൊടിയും കൂടി ചേരാനുണ്ട് കേട്ടോ. അപ്പൊ അരിപ്പയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ടെടുത്ത് എല്ലാവരും കൂടി സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ അരിച്ചെടുക്കേണ്ടത് നിർബന്ധം കേട്ടോ. കടലപ്പൊടിയിലും പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത പൊട്ടുകടല ഉണ്ടല്ലോ, അതിലൊക്കെ തരികളുണ്ടാവും, അതങ്ങ് മാറ്റിക്കളയാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. കായപ്പൊടി ഒരു 2 പിഞ്ച് ഇട്ടെടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അജ്വൈനാണ്. അത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഞെരടിയിട്ട് ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല ജീരകം പൊടിച്ചത് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 2 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടെടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത്. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടല്ലോ, ബ്രെഡ് പൊടിച്ചത് അതേമാതിരി ഒക്കെ ഇരിക്കും. ഇങ്ങനെ ഒരു പിടിയാക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം, അതാണ് പാകം. എന്നാലാണ് നല്ല ലൈറ്റും ക്രിസ്പി ആയിട്ടുള്ള നല്ല മുറുക്ക് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, വെള്ളം കൂടി പോവരുത്. 1 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ആകെ ഒഴിച്ചത്. അത് വെള്ളം ഇത്തിരി കൂടി പോയായിരുന്നു. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഡോയിന് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കാട്ടിയാലും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഡോ ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല, അന്ന് ഒത്തിരി അങ്ങ് ലൂസ് ആവാനും പാടില്ല. ആ ഒരു പാകത്തിനാണ് നമുക്ക് ഡോ കിട്ടേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് ചുടാം. എൻ്റെ വെള്ളത്തിരി കൂടിപ്പോയാലും ഞാൻ കുറച്ച് നേരം ഒന്ന് വച്ച് നോക്കിയതാണ് വെള്ളത്തിരി കുറയോന്ന് അറിയാൻ. പക്ഷെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കുഴക്കുമ്പോൾ തന്നെ വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പോർഷൻ എടുത്ത് സിലിണ്ടർ രൂപത്തിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ എണ്ണ തേച്ച് വെച്ച് അച്ചിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സാധാരണ നിങ്ങൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ വെച്ച് നിറയ്ക്കാറുള്ളത് അതേമാതിരി നിറച്ച് വെക്കുക കേട്ടോ. ഇടിയപ്പത്തിനൊക്കെ പീച്ചിനായുള്ള ബലം ഇതിന് പിടിക്കേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് പീച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും, വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എൻ്റെ മുറുക്ക് കട്ടാവണോ ഇടയ്ക്കിടയ്ക്ക് വെച്ച്, അത് ഇച്ചിരി വെള്ളം കൂടി പോയാലാണ്. അപ്പോൾ വെള്ളം കുറച്ചെടുക്കാം കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ. ഞാൻ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ്, 1 കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി 2 രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പീച്ച് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റും നമുക്ക് പീച്ചിടാം. ഡയറക്റ്റ് ഇടാൻ പേടിയുള്ളവർ മാത്രം ഇങ്ങനെ പീച്ച് വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ചൂട് മീഡിയം ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം മുറുക്കിട്ട് കൊടുക്കാൻ. ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് പൊടിഞ്ഞു പോകും. ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി എടുത്തത് റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. അടുത്ത ട്രിപ്പ് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ പീച്ചിടാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പീച്ചിടുമ്പോൾ തന്നെ കട്ടായി ചാടുക കേട്ടോ. അത് വെള്ളം വെച്ചിട്ട് കൂടി പോയതുകൊണ്ടാണ്. വെള്ളം കൂടിയില്ലായിരുന്നെങ്കിൽ നേരെ ഇങ്ങനെ ചാടും. ഇങ്ങനെ വിട്ട് പോവില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു 40 സെക്കൻഡ് കഴിഞ്ഞ ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. തീയെ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ചൂട് കുറഞ്ഞ് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുറുക്ക് ഓയിൽ കുടിക്കും കേട്ടോ. അതുപോലെ ബാറ്ററിൽ വെള്ളം കൂടി പോയാലും പെട്ടെന്ന് ഓയിൽ വറ്റി പോവും. 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം വരുള്ളൂ കേട്ടോ മുറുക്ക് വെവാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തന്നെ കോരിയെടുക്കാം കേട്ടോ.
അടുപ്പിന്റെ ചൂടനുസരിച്ച് സമയത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തന്നെ കോരി എടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ലാത്ത കാരണം വല്ലാത്ത കളറൊന്നും വരില്ല. അതുകൊണ്ട് മുറുകി അങ്ങനെ കളറാവാനൊന്നും നിൽക്കരുത്, അപ്പൊ കരിഞ്ഞു പോകും. ലൈറ്റ് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തന്നെ കോരി എടുക്കുക. പിന്നെ ഇരുന്ന ശേഷം പിന്നെ ഒന്ന് മുറുകും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് മുറുക്ക് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇത്തിരി നുറുങ്ങിയാണ് നമ്മുടെ നുറുക്കിയിരിക്കുന്നത്. കപ്പല്ല, നമുക്ക് വായിലേക്ക് ഇടാം. നമ്മൾ കടിയൊക്കെ തിന്നൂലേ, അതേമാതിരത്തെ ഒരു ടേസ്റ്റ് ആട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കാം. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.